ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ക്രോഷറ്റ് ഗേൾ വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹാംസ്റ്റർ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. വളരെ ഈസി ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽ ആണ്. എല്ലാവരും ചെയ്യാൻ ട്രൈ ചെയ്യണേ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ത്രെഡ് ഈ ഐസിൻ്റെ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പിങ്ക് കളറിലെ ത്രെഡ് ജസ്റ്റ് ഒരു മൂക്കോ വായ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി കുറച്ച് സിന്തറ്റിക് കോട്ടൺ. ഇത്രയും ഇത് കുറച്ചേ ഉള്ളൂ, കുറച്ചും അധികം വേണം. ഓക്കെ. ആൻഡ് പിന്നെ നമുക്ക് ഏത് കളർ യാൺ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ യാൺ. ഇപ്പോൾ ഇത് ഞാൻ ഒരു ക്രീം കളർ വെച്ചിട്ട് ഇതൊരു ബേജ് കളർ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിന് വേണ്ടി വേണ്ടത് മാജിക് റിംഗ് ആണ്. ബേസിക് സ്റ്റിച്ചസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ, പിന്നെ മാജിക് റിംഗ്, സ്ലിപ്പ് സ്റ്റിച്ച്, ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓൾറെഡി ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ മാജിക് റിംഗ് എടുക്കണം. മാജിക് റിംഗിൽ 8 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് വേണ്ടത്. സോ 1 2 3 8 ജസ്റ്റ് ഇങ്ങനെ വലിക്കുക. അപ്പോൾ നമുക്ക് ഒരു റിങ് കിട്ടും. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഡൺ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട്. നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് എടുക്കാം. അപ്പോൾ എല്ലാ സ്റ്റിച്ചിലും ഡബിൾ സിംഗിൾ ക്രോഷ്യ വെച്ച് ഇടണം. ഓക്കെ, അപ്പോൾ 1 2 രണ്ടെണ്ണം വെച്ചിട്ടു. അടുത്തതിൽ 1 2 4 ആയില്ലേ. നെക്സ്റ്റ് 1 2 6 ആയി. അങ്ങനെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് എഗെയിൻ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് റൗണ്ടും ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ റൗണ്ട് 2 കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷ്യ, പിന്നെ 2 സിംഗിൾ ക്രോഷ്യ, പിന്നെയും ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ 2 സിംഗിൾ ക്രോഷ്യ, അങ്ങനെ. അപ്പോൾ 1 സിംഗിൾ ക്രോഷ്യ ഫസ്റ്റിൽ, 2 സിംഗിൾ ക്രോഷ്യേഴ്സ് സെക്കൻഡിൽ ആയില്ലേ. അത് എഗെയിൻ റിപ്പീറ്റ്. 1 സിംഗിൾ ക്രോഷ്യ ഒരെണ്ണത്തിൽ, 2 സിംഗിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ട്വൻറ്റി 24 അങ്ങനെ. പിന്നെ അഗൈൻ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്യാം. ടോട്ടൽ 24 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിൽ കയറാം. നെക്സ്റ്റ് റൗണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് 3 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഇൻക്രീസ്, 3 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഇൻക്രീസ്, അങ്ങനെ 3 ടൈംസ് ചെയ്യാം. ഓക്കെ, 1 2 3 സിംഗിൾ ക്രോഷ്യേഴ്സ്. ഇനി ഇതിൽ 2 സിംഗിൾ ക്രോഷ്യേഴ്സ് ഇൻ സെയിം സ്റ്റിച്ച്. 1 2. ഓക്കെ, again repeat. 1 നമ്മൾ ചെയ്തു. ഓക്കെ, ചെവി ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ. അതായത് ഈ പോർഷൻ ഇത്
അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ വരെ എത്തിയില്ലേ, 3 ടൈംസ് സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തു. ഇനി രണ്ട് സ്ലീവ് സ്റ്റിച്ചസ് എടുക്കുക ചെയിൻ പോലെ. എന്നിട്ട് ഈ ഈ രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഓക്കെ, ഹാഫ് ഡബിൾ ക്രോഷ്യ ഇങ്ങനെ എടുക്കുക, സെക്കൻഡ് പോർഷനിലിടുക, എടുക്കുക, 1 ഹാഫ് ഡബിൾ ക്രോഷ്യ എഗെയിൻ. ഓക്കെ, 2 ഹാഫ് ഡബിൾ ക്രോഷ്യ എടുത്തതിന് ശേഷം ഇവിടെ 2 ഹോൾസ് സ്കിപ്പ് ചെയ്യുക. 1 2 സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, ഒരു ചെവി പോലെ കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഇനി എഗെയിൻ 2 ചെയിൻസ് എടുക്കാം. എഗെയിൻ ഫസ്റ്റ് ചെയിനിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, 1 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, 2 എണ്ണം സ്കിപ്പ് ചെയ്യുക, അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പം നമുക്ക് 2 ചെവി പോലെ കിട്ടി. ഇനി അടുത്തതിലേക്ക് ഒരു 2 ഡബിൾ ക്രോഷ്യ, 2 സിംഗിൾ ക്രോഷ്യ ഇൻ സെയിം സ്റ്റിച്ച്. എന്നിട്ടൊരു 3 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യാം. 1 2 3 3 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ലാസ്റ്റ് സ്റ്റിച്ചിൽ ജസ്റ്റ് ഒരു ഇൻക്രീസ്, അതായത് സെയിം സ്റ്റിച്ചിൽ 2 എണ്ണം. എന്നിട്ട് നമുക്ക് ഈ റൗണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ എടുക്കുക. ഓക്കെ, ഇനി എഗെയിൻ ഒരു സിംഗിൾ ക്രോഷ്യ എടുക്കുക, എന്നിട്ട് ഒരു ഇൻക്രീസ്, എഗെയിൻ ഒരു സിംഗിൾ ക്രോഷ്യ എടുക്കുക. അങ്ങനെ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. എഗെയിൻ ഇൻക്രീസ്, അടുത്തൊരു സിംഗിൾ ക്രോഷ്യ എടുക്കുക, എഗെയിൻ ഇൻക്രീസ്. 3 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ഇനി 8 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 8 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഈ ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പ് ഇടയ്ക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഓക്കെ, 1 എഗെയിൻ 1. ഓക്കെ, 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഇവിടേക്ക് ഒരു ഇൻക്രീസ്, അതായത് സെയിം സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. എന്നിട്ട് അടുത്തതിൽ 1 സിംഗിൾ ക്രോഷ്യ, അടുത്തതിൽ 2 സിംഗിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ച്. എന്നിട്ട് എഗെയിൻ ഈ സ്കിപ്പായ ഇവിടെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2. ഓക്കെ, 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് 8 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യാം. 1 2
7 8 എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് രണ്ടെണ്ണം ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. ജസ്റ്റ് ഫുൾ റൗണ്ട് 35 ആയിട്ടുണ്ടാവും. അപ്പോൾ 35 സിംഗിൾ ക്രോഷ്യേസ് ഓൾ അറൗണ്ട്. ഓക്കെ, 1 2 33 34 35 എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു 21 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, 1 2 20 21. ഓക്കെ, 21 സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം അടുത്തതിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ വേണം ചെയ്യാൻ. 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ. 3 ഡബിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ച്. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി ഒരു 11 സിംഗിൾ ക്രോഷ്യസ്. 1 2 3 11 സിംഗിൾ ക്രോഷ്യ. പിന്നെ ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിലെ അതാണ് ഇപ്പം ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 5 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പം നമുക്കത് ഇവിടെ ഈ ടെയിൽ ഇവിടെ അറ്റാച്ച് ആയി വരണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ജസ്റ്റ് 5 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 5. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ലേന്ന്. എന്നിട്ട് ഇവിടെ ഇട്ട് കാര്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഇങ്ങനെ കാണുക കേട്ടോ. ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കില്ല. അങ്ങനെ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക, എടുക്കുക, ഇത്രയും ചെയ്യുക. എന്നിട്ട് എഗെയിൻ ഡബിൾ ക്രോഷ്യ എടുക്കുന്ന രീതിക്ക് സെയിം സ്റ്റിച്ചിൽ വരിക, എഗെയിൻ ചെയ്യുക, എഗെയിൻ 2 എണ്ണത്തിന് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് 2 ടൈംസ് ഇതേപോലെ തന്നെ ടോട്ടൽ 5 ടൈംസ് വേണം. അപ്പം ഇനി 3 ടൈംസും കൂടെ റൊട്ടേറ്റ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക, 2 എണ്ണത്തിന് പുറത്തേക്ക് എടുക്കുക. 1 2 3 4 എഗെയിൻ എടുക്കുക, 2 എണ്ണത്തിന് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ 4 പ്രാവശ്യം അങ്ങനെ ചെയ്തില്ലേ. ഇനി വൺസ് മോർ ചെയ്യുക, എടുക്കുക, 2 എണ്ണത്തിന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 1 2 3 4 5 6 ഇവിടെ 6 എണ്ണം ഉണ്ടാവും. നമ്മൾ 5 ടൈംസ് ആണ് ഇവിടെ ഡബിൾ ക്രോഷ്യ എടുക്കണ പോലെ എടുത്തത്. ഓക്കെ, ഇനി ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും പുറത്തേക്ക് എടുക്കുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഒരു കുണ്ട പോലെ വന്നില്ലേ. അപ്പം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി നോർമൽ ഒരു
ഇവിടെ വരെ സിംഗിൾ സ്റ്റിച്ചസ് ചെയ്യാം. ഓൾമോസ്റ്റ് 31 സിംഗിൾ സ്റ്റിച്ചസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരെണ്ണം ചെയ്തില്ലേ, 1 2 3 30 31 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടാം. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്രോഷ്യ എടുക്കുക, പിന്നെ ഒരു ഡിക്രീസ് ചെയ്യുന്നത് എടുത്തിട്ട് നെക്സ്റ്റിലിട്ടിട്ട് എന്നിട്ട് വേണം ഇത് 1 ഡിക്രീസ്. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ എടുക്കുക. ഓക്കെ, അഗെയിൻ അടുത്ത ഡിക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സിംഗിൾ ക്രോഷ്യ എടുക്കുക, നെക്സ്റ്റ് ഡിക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 ടൈംസ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്തു. ഇനി 10 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 10 സിംഗിൾ ക്രോഷ്യന് ശേഷം ഒരു ഡിക്രീസ് ചെയ്യാം, 1 ഡിക്രീസ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ഡിക്രീസ് എങ്ങനെയാന്ന് വെച്ചാൽ ട്രിപ്പിൾ ഡിക്രീസ് ആണ്. ഓക്കെ, ഒന്നെണ്ണത്തിലിട്ടു, രണ്ടെണ്ണത്തിലിട്ടു, മൂന്നെണ്ണത്തിലിട്ടു, ട്രിപ്പിൾ ഡിക്രീസ്. എന്നിട്ട് നെക്സ്റ്റിൽ അഗെയിൻ നോർമൽ ഡിക്രീസ്. ഓക്കെ, ഇങ്ങനെ വരും. ഇനി നമുക്ക് 10 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യാം. 1 2 10 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് 10 ആയോ? 1 2 3 4 5 6 7 8 9 10. സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് ഏകദേശം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് 3 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, 3 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, അങ്ങനെ 6 ടൈംസ് ചെയ്യാം. ഓക്കെ, 1 2 3 സിംഗിൾ ക്രോഷ്യ, 1 ഡിക്രീസ്, 1 ആറാമത്തെ ഡിക്രീസ്. എന്നിട്ട് ജസ്റ്റ് നെക്സ്റ്റിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, നെക്സ്റ്റ് റൗണ്ട് സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. ഓക്കെ, അപ്പോൾ 1 സിംഗിൾ ക്രോഷ്യ, 1 ഡിക്രീസ്. ഓക്കെ, 1 സിംഗിൾ ക്രോഷ്യ, 1 ഡിക്രീസ്, അങ്ങനെ 8 ടൈംസ് പ്ലസ് 2 ടൈംസ് കഴിഞ്ഞ് ഇനി റിമൈനിങ് 6 ടൈംസ്. സിംഗിൾ ക്രോഷ്യ, 8th ഡിക്രീസ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് അതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഈ റൗണ്ട് കഴിഞ്ഞു. ഇത്ര റൗണ്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെ ആയിരിക്കും വരാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇനി കണ്ടിന്യൂ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ജസ്റ്റ് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റഫ് ചെയ്യാം. ഇപ്പോൾ കുറച്ചുകൂടി സ്റ്റഫ്സ് ആവശ്യമുണ്ട്.
നമുക്ക് ഓക്കെ, ഇത്രയും മതിയാവും. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഫുള്ള് ഡിക്രീസുകൾ മാത്രം. ഓക്കെ, അപ്പോൾ 1 decrease, 2 decrease, 8 decrease, എന്നിട്ട് തൊട്ടടുത്തതില് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ച് തീർത്തിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു സൂചിയിൽ കോർത്തിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഉള്ളിൽ തന്നെ പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് നമ്മുടെ മൗസിന്റെ ബോഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ് വെച്ച് കൊടുക്കാം. ഐസ് വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ഐസ് വെക്കാം, അല്ലെങ്കിൽ ത്രെഡിന്റെ ഇതേപോലെ വെക്കാം. ഓക്കെ, അതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് വായ വെച്ച് കൊടുക്കാം. വായ, മൂക്കും. ഈ ഒരു പോർഷനിലായിട്ട് വെച്ച് കൊടുക്കാം.
ഓക്കെ, അങ്ങനെ നമ്മളുടെ ചെറിയ കുഞ്ഞ് ഹാംസ്റ്റർ റെഡി. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സിമ്പിൾ ട്യൂട്ടോറിയൽ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്തിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.